അടുക്കള ജീവിയാണ് അപ്പൻ. അപ്പൻ കാലത്ത് ഒരു 5:50 5:20 ആകുമ്പോഴേക്കും പുള്ളിക്കാരെ എനിക്ക് എന്നിട്ടൊരു FM ഓണാക്കും, അല്ലെങ്കിൽ പാട്ട് പാടും. ഒരു 7 മണിക്കുള്ളിലൊക്കെ ഭക്ഷണം റെഡിയാണെന്നേ. അപ്പനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പനാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്. അടുക്കളക്കകത്ത് ആരെയും കയറ്റാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു വാശിയുള്ള ആളാണ്. ഇത് വൈകുന്നേരം ഈ പാട്ടൊക്കെ പാടുന്ന കേൾക്കുന്ന സമയത്ത് മനസ്സ് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ? ഇതിപ്പോ കേൾക്കുന്ന സമയത്ത് തന്നെ പ്രേക്ഷകർക്കും അത് ആ ഫീലിംഗ്. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് മിണ്ടലും വലിയ കാര്യമായിട്ടൊന്നും മിണ്ടലൊന്നും ഇല്ല. പക്ഷെ ആൾക്കറിയാം, നമുക്ക് രണ്ടുപേർക്ക് അറിയാം അങ്ങോട്ട്. ഞങ്ങൾ അങ്ങനെ മിണ്ടാറൊന്നും. ഇമോഷൻസ് ഇങ്ങനെ കൈമാറാറില്ല. അതങ്ങനെ ഒരു ശീലമില്ല ആ കൾച്ചറിൽ. അങ്ങനെ ഒരു ശീലമില്ല. ഈ ഇതിനെതിരെ എപ്പോഴാണ് ഇതിനൊരു അനീതി ഉണ്ടെന്ന് ബോധ്യമാവുന്നത്? ഇപ്പോൾ 13ാമത്തെ വയസ്സിൽ ഒരാൾ തരുന്ന ഒരു വസ്തു അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നു, അല്ലെങ്കിൽ അതൊരു പിന്നീടൊരു ശീലമാവുന്നു. അത് തെറ്റാണെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. പിന്നീട് ഈ പ്രാരാബ്ദങ്ങൾക്കിടയിൽ പണിയെടുത്തു തുടങ്ങുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഇതിനകത്തൊരു അനീതിയുണ്ട്, ഒരു ഇരട്ട നീതി എൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത് ഏത് പ്രായത്തിലായിരിക്കും? നമുക്ക് സ്കൂളുകളിൽ നിന്നാണ് നമുക്ക് ജാതി മനസ്സിലാവുന്നത്. അത് പ്രത്യേകിച്ച് ഇന്ത്യ ക്ലാസ് മുറിയിലാണോ അതോ ക്ലാസ് മുറികളിലാണ് നമ്മളതിനെ ഏറ്റവും കൂടുതൽ ജാതീയമായി വേർതിരിക്കുന്ന ഇടം വിദ്യാലയങ്ങളെന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പേരിപ്പോൾ ഹിരൺദാസ് മുരളി പണ്ട് അങ്ങനെയല്ലല്ലോ. ഇപ്പം സണ്ണിച്ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഹിരൺദാസ് മുരളി ആ പേര് വേറെ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഹിരൺദാസ് മുരളിക്ക് പേപ്പർ നോക്കുന്ന സമയത്ത് ആളുകൾക്കൊരു ബോധം ഉണ്ടാവുകയും, എന്നാൽ ആ സമയത്ത് കുറിഞ്ഞി അല്ലെങ്കിൽ ഒരു വേറൊരു പേര് വരുന്ന ആൾക്ക് മനസ്സിനുള്ളിൽ തന്നെ ഇവൻ കുറഞ്ഞ മാർക്ക് കിട്ടാൻ യോഗ്യനാണെന്ന് പറയുന്ന ഒരു ബോധം മനസ്സിൽ വരും എന്ന് പറയാറുണ്ട് അല്ലേ? അതൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ? പേരിൽ എനിക്ക് അങ്ങനെ അനുഭവപ്പെടേണ്ടി വന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിനൊരു തമിഴ് അമ്മയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളത് കാരണം അപ്പോ പേരിൽ രക്ഷപ്പെട്ടു ഞാൻ. അത് ഒരു ഈഴത്തമിഴ് സ്റ്റൈലിഷ് പേരാണ് വീട്ടിലെല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. ഈഴത്തമിഴ് എന്ന് പറഞ്ഞാൽ അറിയാത്ത പ്രേക്ഷകർക്ക് ശ്രീലങ്കയില് അല്ലേ? ശ്രീലങ്ക തമിഴ്നാടാണ് ഈഴത്തമിഴ്. എനിക്ക് ഇത് പറഞ്ഞ പ്രശ്നമാണോ? ശ്രീലങ്ക എന്ന് പറഞ്ഞൂടാ. ശ്രീലങ്ക ഈഴത്തമിഴ് എന്ന് പറഞ്ഞാലാണ് പ്രശ്നമാവുക. ഈഴത്തമിഴ് എന്ന് പറഞ്ഞാലാണ് ചിലർക്ക് പ്രശ്നമാവുക. അത് ശ്രീലങ്കയാണെന്നാണ് പറയുന്നത്. അതല്ല എന്നുള്ളത് കൂടി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീലങ്കയിൽ നിന്നാണ് അമ്മയുടെ ഒരു റൂട്ട്, അവിടെ ആ ഒരു കോഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് കാണുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും സംശയം തോന്നാവും അതെന്താണ് എന്നുള്ളതാണ്. അതെങ്ങനെ ആ ഒരു ഇത് വരുന്നത്? അമ്മ ഏത് കാലത്താണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്? ലാസ്റ്റ് വാർ നടക്കുന്നതിന് മുന്നാണ് അമ്മ ഇങ്ങോട്ട് വരുന്നത്. കാരണം ജീവിക്കാൻ ഒരു സാഹചര്യം ഇല്ലല്ലോ. പുള്ളിക്കാരി ഇവിടെ വന്ന് ജോലി പറഞ്ഞു തന്നിട്ടുണ്ടോ ഈ ശ്രീലങ്കയിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ? അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് മാമന്മാരുടെയും പുള്ളിക്കാരി കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അത് പുറത്ത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മനസ്സിലായി. അപ്പൊ അതൊരു പശ്ചാത്തലത്തിൽ അതും ഒരു പശ്ചാത്തലം ഉണ്ട് ഒരു ഭാഗത്ത് അല്ലേ? അപ്പൊ അവിടെ നിന്ന് ഈ പേരിൽ രക്ഷപ്പെട്ടു. അച്ഛൻ ഹിരൺദാസ് മുരളി എന്ന പേരിൽ. അതെ, പേരിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മൾ വരുന്ന ഇടം എവിടെയാണ്? ലൈക്ക് വരുന്ന ഇടത്തിൽ നിന്നും നമ്മുടെ രൂപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ നമുക്ക്. അപ്പോൾ ഈ ഞാൻ ഇവിടുന്ന് വരുന്നത് എല്ലാവർക്കും അറിയാലോ. സ്കൂളുകളിൽ പിന്നെ തുല്യരല്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്കൂളുകളിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതി കാണിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പ്രത്യക്ഷത്തിൽ തന്നെ ആ സിസ്റ്റമാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. അല്ല, ഒരു വ്യക്തിയല്ല, അതൊരു സിസ്റ്റമാണ്. അത് ഈ കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു സിസ്റ്റമാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. അത് കൂട്ടുകാരിൽ നിന്നുണ്ടാവും. അത് ഈ കൂട്ടുകാരിൽ നിന്നുണ്ടാവുന്നത്. ഇവരിത് മനഃപൂർവ്വം ചെയ്യുന്നത് കൂടിയല്ലെന്നേ. ഇത് ആ കണ്ടീഷൻ ചെയ്യപ്പെട്ട സിസ്റ്റത്തിനകത്ത് മാത്രം ജീവിച്ചു വളർന്ന ആൾക്കാരെ ഇവരോട് ഇങ്ങനെ പെരുമാറാവൂ, ഇവരിന്ന ആൾക്കാരാണ് എന്നുള്ള ആ ഒരു പഠനം കിട്ടുന്നത് വീടുകളിൽ നിന്നും വിദ്യാഭ്യാസ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആദ്യത്തെ അങ്ങനെ അനുഭവം വല്ലതും ഉണ്ടോ? ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴോ അതല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലോ ക്ലാസ് മുറിയിലോ? നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ വിദ്യാർത്ഥികളായിട്ട് സ്കൂളിലേക്ക് പോകേണ്ടത്. അപ്പം അതില്ലാത്തതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇതെന്താ എനിക്കില്ലാത്തത് എന്നുള്ളൊരു ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എൻ്റെ വിഷമങ്ങൾ പറയണ പോലെയാവും അത്. ഞാൻ പൊതുവായിട്ട് അത് പറയാം. ഈ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ അത്ര സംവിധാനങ്ങൾ ഉണ്ടാവില്ല. ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം ഇത് നമ്മുടെ DNA യിലില്ല. ഇത് നമ്മുടെ DNA യില്ലെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അവനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ച് ഇത് പഠിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഞാനിത് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠനങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെൻ്റെ DNA യിലേ ഇല്ല. അതായത് പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടി അയാളൊരു അധസ്ഥിത സമൂഹത്തിൽ നിന്ന് വന്നാൽ അത് ആ കുട്ടിയുടെ മാത്രം കുഴപ്പമല്ല. പക്ഷേ ഈ സിസ്റ്റം കാണുന്നത് ആ കുട്ടിയെ അടിച്ചു പഠിപ്പിക്കണം എന്നുള്ള കാര്യത്തിലാണ്. ഇത് ആ കുട്ടിക്ക് അറിയില്ല. കുട്ടിയുടെ അപ്പനോ അമ്മയോ അവൻ്റെ അച്ചാച്ചനോ അമ്മാമ്മയോ ആരും വിദ്യാലയങ്ങളിൽ പോയിട്ടില്ല. ആരും എവിടെയും പോയി പഠിച്ചിട്ടില്ല.
ഇത് നമ്മുടെ DNA എങ്കിലും വേണ്ട, ഒരു ശതമാനമെങ്കിലും നമുക്കൊരു അടഞ്ഞ കുടിസുമുറിക്കകത്തിരുന്ന് കുറേ വിദ്യാർത്ഥികളുടെ കൂടെ ഇരുന്ന് പഠിക്കാനുള്ള ആ ഒരു അറിവുണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇനി എനിക്കൊരു മകൻ ഉണ്ടാകുമ്പോൾ ഈ ഒരു അവസ്ഥ വരരുതെന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മാത്രമേ ഇപ്പം നമുക്ക് പറ്റുള്ളൂ.